കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിലേക്ക് 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ ചൈന സന്ദർശനമാണിത്. ചൈനയുടെ എതിർപ്പ് വകവയ്ക്കാതെ ദലൈലാമയുടെ പിറന്നാൾ ആഘോഷം ഭാരതത്തിൽ നടക്കാനിരിക്കെയാണ് വിദേശകാര്യമന്ത്രി ബെയ്ജിംഗിൽ എത്തുന്നത്. എസ് ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിലേക്ക് പോകുമ്പോൾ ഈ യാത്രയെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? പ്രത്യേകിച്ച് 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ ചൈന സന്ദർശനം കൂടിയാകുമ്പോൾ. ഗുഡ് മോർണിംഗ് രോഹിണി. നിലവിലിപ്പോൾ ഇന്ന് ജയശങ്കർ നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ചൈനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായി അദ്ദേഹത്തിൻ്റെ യാത്ര അവിടേക്ക് നടക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ മാസം നമ്മുടെ പ്രതിരോധ മന്ത്രി അവിടെ സന്ദർശനം നടത്തിയിരുന്നു. രാജ്നാഥ് സിംഗ് അവിടെ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ ചില ചർച്ചകളൊക്കെ തന്നെ നടത്തിയതാണ്. അത് SCO സമ്മിറ്റിൻ്റെ ഭാഗമായാണ് അദ്ദേഹം അവിടേക്ക് പോവുകയുണ്ടായത്. അവിടെ ഇന്നിപ്പോൾ ജയശങ്കർ കൂടി എത്തുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ചർച്ചകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കലടക്കം, അതോടൊപ്പം തന്നെ ഈ നിയന്ത്രണ രേഖയുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന തർക്കങ്ങളടക്കം ഈ യാത്രയിൽ ചർച്ചയാകും എന്നുള്ളത് നമ്മൾ അനുമാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല പ്രധാനമായും മുഴച്ചു നിൽക്കാൻ പോകുന്നത്. അത് ദലൈലാമയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും. ഇത്തവണ ചൈന ബാക്ക് ഫുട്ടിലാണ്. കാരണം 90ാം ജന്മദിനം, അത് ദലൈലാമയുടെ 90ാം ജന്മദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് നിലവിൽ ഇന്ത്യ. അതിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഈ മാസം നടക്കാനും പോകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ചൈന ചില എതിർപ്പുകളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിങ്ങനെയാണ്, അതായത് ഈ ദലൈലാമയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അവകാശം തങ്ങൾക്കാണ് എന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട്. ദലൈലാമയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കതിലൊരു സ്റ്റേക്കുണ്ട് എന്നുള്ളതാണ് ചൈനയുടെ അവകാശവാദം. പക്ഷേ അത് ഇന്ത്യ പാടെ തള്ളിയിട്ടുണ്ട്. നമ്മുടെ കിരൺ റിജിജു അടക്കമുള്ള മന്ത്രിമാർ അക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. അത് പൂർണ്ണമായും ദലൈലാമയുടെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ എക്സൈലിലുള്ള ആ സംവിധാനത്തിൻ്റെയും തീരുമാനം മാത്രമാണ്. അതിൽ ഇന്ത്യയുടേതായ അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു തർക്കം നിലനിൽക്കുമ്പോഴാണ്, അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപരമായ കാര്യം കൂടിയാണ്, ഇങ്ങനെയൊരു തർക്കം നിലനിൽക്കുമ്പോഴാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രിയും നമ്മുടെ നയതന്ത്ര പ്രതിനിധിയൊക്കെ ആയിരുന്നു അദ്ദേഹം മുൻപ്, അദ്ദേഹം ഇപ്പോൾ ചൈനയിലേക്ക് എത്താൻ പോകുന്നത്. ഏത് തരത്തിലുള്ള ചർച്ചകളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചൈന ഇപ്പോൾ ബാക്ക് ഫുട്ടിലാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി ശ്രീകാന്ത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിലേക്ക് 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ ചൈന സന്ദർശനമാണിത്. അതുമാത്രമല്ല, ചൈനയുടെ എതിർപ്പ് വകവയ്ക്കാതെ ദലൈലാമയുടെ പിറന്നാൾ ആഘോഷം ഭാരതത്തിൽ നടക്കാനിരിക്കെയാണ് വിദേശകാര്യമന്ത്രി ബെയ്ജിംഗിൽ എത്തുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.